എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ 2 കണ്ട ദിവസം തന്നെ മറ്റൊരു സിനിമ ഞാൻ കണ്ടിരുന്നു എന്ന് ഇന്നലെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു. അത് ഒരു ഹിന്ദി സിനിമയാണ്. പേര് കിൽ, KILL, കിൽ എന്നുള്ള ഹിന്ദി സിനിമ. എത്ര ഒരു പ്രത്യേക കാറ്റഗറിക്കിടയ്ക്ക് നല്ല പോപ്പുലാരിറ്റി കൂടി വരുന്ന ഒരു ഹിന്ദി സിനിമയാണ്. ആക്ഷൻ മൂവി എന്നുള്ള കാറ്റഗറി പെടുന്ന ഒരു സിനിമ. 2 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു ചെറിയൊരു സിനിമയാണ് കിൽ. കില്ല് ഒരു ആക്ഷൻ മൂവിയാണ്. ആ ആക്ഷൻ മൂവിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യ കണ്ടിട്ടുള്ള മോസ്റ്റ് ബ്രൂട്ടൽ ആൻഡ് വയലന്റ് ആൻഡ് ബ്ലഡിയസ്റ്റ് ആക്ഷൻ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ ഇന്ന് വരെ ഇത്രയും വയലന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. 2 മണിക്കൂർ നിറഞ്ഞു നിൽക്കുന്ന നോൺ സ്റ്റോപ്പ് ആക്ഷൻ മൂവിയാണ് കിൽ. അതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതെന്താണ് അതിന്റെ കണ്ടന്റ് എന്ന്. ഞാൻ അതിന്റെ പോപ്പുലാരിറ്റി അതിന്റെ പറഞ്ഞറിഞ്ഞ് ഞാൻ കണ്ടതാണ്. സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി, ഒരു ആക്ഷൻ മൂവി എന്നുള്ള രീതിയിൽ എക്സ്ട്രാ ഓർഡിനറി തന്നെയാണ് കിൽ എന്ന് പറയുന്ന സിനിമ. ഇന്നലെ ഇന്ത്യൻ 2 കണ്ട് നിരാശ അടഞ്ഞിരുന്ന എനിക്ക് തൊട്ടപ്പുറത്തെ വേറൊരു സ്ക്രീനിൽ കിൽ ഞാൻ അപ്പോൾ തന്നെ അവിടെ വെച്ച് ബുക്ക് ചെയ്ത് നല്ല സീറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ കയറിയതാണ്. ആ ഒന്നാമത്തെ സിനിമ ഇന്ത്യൻ കണ്ട് വാടി നിന്ന എന്റെ ഊർജം വീണ്ടെടുക്കാൻ ഈ കിൽ സിനിമ സഹായിച്ചു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ തുടക്കം മുതൽ അവസാനം വരെ നടക്കുന്നത് ഒരു ട്രെയിനിന്റെ ഉള്ളിലാണ്. ട്രെയിനിന്റെ ഉള്ളിൽ നമ്മുടെ നായകനും നായികയും ഉൾപ്പെടുന്ന ഒരു യാത്രയ്ക്കുള്ളിൽ അതിന്റെ ഇടയ്ക്ക് ട്രെയിനിനുള്ളിൽ കൊള്ളയടിക്കാൻ കയറുന്ന ഒരു കൂട്ടം കൊള്ളക്കാർ അവിടെ കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ. നമ്മളെ നായകൻ ചെറിയ രീതിയിൽ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു ആദ്യമൊക്കെ. പക്ഷേ ആ വില്ലന്മാരിൽ ചിലർ നായകന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷോക്ക് ഉണ്ടാകുന്ന, നായകന്റെ ജീവിതത്തിൽ ഏറ്റവും ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു ഭീകര പ്രവൃത്തി ചെയ്യുകയാണ്. അതോടുകൂടി നമ്മളെ നായകന്റെ ടെമ്പർ അങ്ങ് വിടുന്നു. നായകൻ ശരിക്കും ഒരു തനി മൃഗമായി മാറുകയാണ്. പിന്നെ അങ്ങോട്ട് കാണേണ്ടത് തന്നെയാണ് കിൽ. ഇതിന്റെ അകത്തുള്ള ആക്ഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഇന്തോനേഷ്യൻ ആക്ഷൻ മൂവീസ്, തായ്ലൻഡ്, ഇന്തോനേഷ്യൻ ആക്ടീവ്, നമ്മളെ ടോണിജ, ഈക്കോ യുവൈസ്, ഇങ്ങനെയൊക്കെയുള്ള മറ്റേ വൈൽഡ് ആയിട്ടുള്ള ആക്ഷൻ മൂവീസ് ചെയ്യുന്ന ആളുകളുടെ അങ്ങനെയുള്ള സിനിമകളിലെ ഞാൻ ഇത്രയും വയലന്റ് ആയിട്ടുള്ള ആക്ഷൻ സിനിമകൾ കണ്ടിട്ടുള്ളൂ. അപ്പോ ദ നൈറ്റ് കംസ് ഫോർ അസ് എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ഞാൻ ഇത്രയും വയലന്റ് ആയിട്ടുള്ള ആക്ഷൻ കണ്ടിട്ടുള്ളത്. ഇന്ത്യ കണ്ടതിൽ ഇങ്ങനെ ഒരു ആക്ഷൻ ഇന്ത്യൻ മൂവീസിൽ ഞാൻ കണ്ടിട്ടില്ല. സിനിമയുടെ മറ്റൊരു പ്രത്യേകത, സിനിമ സെൻസർ ഒന്നും അധികം ചെയ്തിട്ടില്ല. സർട്ടിഫിക്കേഷൻ ആണ്. കുട്ടികളെ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു ആക്ഷൻ തന്നെയാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. സ്ത്രീകൾക്ക് ദഹിക്കില്ല, ചിലർക്ക് ഇഷ്ടപ്പെടാം, പക്ഷേ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് ഉദാഹരണം. കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള രക്തത്തിന് രക്തം, കുത്തിന് കുത്ത്, വെട്ടിന് വെട്ട്, തലയ്ക്ക് തല എല്ലാം ഉണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ചുമ്മാ ദും ഇടിയല്ല. എന്നാൽ ഇതിന്റെ പ്രത്യേകത ഇതെല്ലാം നടക്കുന്നത് ഒരു ട്രെയിനിനുള്ളിലാണ്. ട്രെയിനിനുള്ളിൽ സിനിമ തുടങ്ങി ഒരു 10-15 മിനിറ്റ് മടുപ്പിക്കാത്ത രീതിയിൽ, പ്രണയമൊക്കെ ഉണ്ട് എങ്കിൽ പോലും മടുപ്പിക്കാത്ത രീതിയിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇവരെല്ലാം ട്രെയിനിനുള്ളിൽ കയറുകയാണ്. പിന്നെ കഥ തീരുന്ന നിമിഷം വരെ ട്രെയിനിനുള്ളിൽ മാത്രമാണ്. ഇങ്ങനെയുള്ള ഒരു കോമ്പാക്ട് സ്പേസിൽ നിന്നുകൊണ്ട് ഒരു ആക്ഷൻ മൂവി ഷൂട്ട് ചെയ്യുക നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ട്രെയിൻ പോലെ ഒരു ഇടുങ്ങിയ ഒരു സ്ഥലത്തിനുള്ളിൽ എങ്ങനെയാണ് ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എക്സ്പീരിയൻസ് എന്ന് ഉള്ളതാണ് ഏറ്റവും വലിയ ട്രെൻഡ്. ട്രെയിൻ സെറ്റിട്ട് ചെയ്തതാണ് എന്റെ മേക്കിംഗ് വീഡിയോയിൽ ഞാൻ കണ്ടു. എങ്കിൽ പോലും ഭയങ്കരമാണ് ആ ഇരുണ്ട സ്പേസിൽ, ആ ചെറിയ സ്പേസിൽ, ഇരുണ്ട സ്പേസിലാണെങ്കിൽ പോലും ഒട്ടും ഇറിറ്റേറ്റഡ് ആവാത്ത ക്യാമറ ആംഗിളുകൾ, ഭയങ്കര എഫക്റ്റ് ഉള്ള ആക്ഷൻ സീക്വൻസുകൾ, അതിനൊന്നും യാതൊരു കുറവുമില്ല. നമ്മൾ ആ നായകനായിട്ട് വരുന്നത് പുതിയൊരു വ്യക്തിയാണ്. ലക്ഷ്യ എന്ന പേരുള്ള പുതിയൊരു ചെറുപ്പക്കാരനാണ്. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിക്കാരനെ കാണുന്നത്. പുള്ളിക്കാരൻ ഷർട്ട് ഇട്ട് നിൽക്കുമ്പോൾ ക്യൂട്ടാണ്, ഷർട്ട് ഇടുമ്പോൾ ഒരു റാംബോ പോലുള്ള ഒരു ഭീകര നല്ല മസിൽ മാൻ ആണ്. പുള്ളിക്കാരൻ നല്ല പെർഫോമൻസ് ആണ്. പിന്നെ പ്രണയം എന്ന് പറഞ്ഞാൽ സിനിമയുടെ കണ്ടന്റ് പ്രണയമാണ്. പ്രണയത്തിന്റെ പവറാണ് സിനിമയിൽ വർക്കൗട്ട് ആവുന്നത്. പക്ഷെ ഒട്ടും മടുപ്പിക്കാത്ത രീതിയിലുള്ള, ആക്ഷനെ നശിപ്പിക്കാത്ത രീതിയിലുള്ള ഏതാനും മൊമെന്റുകൾ മാത്രമേ ഉള്ളൂ ആ പ്രണയം. എങ്കിൽ പോലും നമുക്ക് ആ നായകന്റെയും നായികയുടെയും പ്രണയത്തിന്റെ തീവ്രതയൊക്കെ മനസ്സിലാക്കുന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. പിന്നെ പരിചയമുള്ള ഒരു കഥാപാത്രങ്ങളും എനിക്കില്ലായിരുന്നു. ആകെപ്പാടെ ഉണ്ടായിരുന്ന നമ്മുടെ ആശിഷ് വിദ്യാർത്ഥിയാണ്. നമ്മുടെ CID മുസൈല വില്ലൻ, നമ്മളെ ഗില്ലിയിൽ വിജയുടെ അച്ഛനായിട്ട് വരുന്ന ആ ഒരു കഥാപാത്രം മറ്റേ ആശിഷ് വിദ്യാർത്ഥിയാണ് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പരിചയമുള്ള ക്യാരക്ടർ, ബാക്കി ആരെയും പരിചയമില്ല. വില്ലന്മാരിൽ ഒരു കിടു വില്ലൻ ഉണ്ട്. ഒരു കൊച്ചു പയ്യനാണ്, നമ്മളെ നായകന്റെ പകുതി പോലും സൈസ് ഇല്ലാത്ത ഒരു വില്ലൻ. പക്ഷെ നമ്മൾ സിനിമയിൽ അവസാനം വെറുത്ത് തള്ളുന്ന ഒരു ക്യാരക്ടറാണ്. ഏവനെ എങ്ങനെയെങ്കിലും കൊന്നാ മതി എന്നായിരിക്കും നമ്മുടെ ആഗ്രഹം. പിന്നെ കയ്യടിയൊക്കെ ആയി തിയേറ്ററിൽ. അങ്ങോട്ടൊക്കെ ഫൈനൽ പ്രധാന വില്ലന്മാരെയൊക്കെ ഉശിരി കയറി നമ്മളെ നായകൻ കൊല്ലുന്ന രംഗങ്ങളിലൊക്കെ വന്നപ്പോ പിന്നെ കയ്യടി, കൂക്കുവിളി ആ റേഞ്ചിലെത്തി. കാരണം ആളുകൾ അതിനൊപ്പം ജീവിച്ചു. ഒരു ആക്ഷൻ മൂവി എന്നുള്ളതിന്റെ ഉപരി ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ കയറി ഒരു 10 മിനിറ്റ് പോലും വേണ്ട, അതിനുള്ളിൽ ഞാൻ
നമ്മളങ്ങ് കയറും സിനിമയ്ക്കകത്ത്. പിന്നെ നമ്മൾ ഇന്റർവെൽ ആകുമ്പോഴാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമയാണെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. എന്തിന് ഇന്റർവെൽ വന്നു എന്ന് ശപിച്ചു പോകും. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇന്റർവെൽ വരുന്നു, വീണ്ടും സിനിമയിലേക്ക് കയറുന്നു, ഒന്നും അറിയുന്നില്ല. ചെന്നിരുന്നു, 2 മണിക്കൂർ കഴിഞ്ഞത് അറിഞ്ഞില്ല. പോയി ഇരുന്നതും അറിയാം, ഇറങ്ങി വന്നതും അറിയാം. ഇത്രേ അറിയാം. കാരണം അത്രയ്ക്ക് എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു കിൽ. പിന്നെ ഈ സിനിമയുടെ ഒരു ശാപം എന്ന് പറയാൻ പറ്റില്ല. ഈ സിനിമയുടെ ഒരു പ്രത്യേകത, എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയല്ല. വയസ്സായവർ, കുട്ടികൾ, സ്ത്രീകൾ, ഇങ്ങനെയുള്ളവർക്ക് അത്രയ്ക്ക് ദഹിക്കുന്ന ഒരു പാറ്റേണിലല്ല സിനിമ പോകുന്നത്. ഫൈറ്റിന് വേണ്ടി മാത്രം എടുത്ത, ആക്ഷന് പ്രാധാന്യം കൊടുത്ത് മാത്രം എടുത്ത സിനിമയിൽ ആക്ഷൻ മാത്രമാണുള്ളത്. ബാക്കി ഇങ്ങനെ പേര് പറഞ്ഞെടുക്കുന്ന സിനിമകളിൽ ആവശ്യമില്ലാത്ത പ്രണയം, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് ആക്ഷൻ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ ആ സിനിമ എടുത്തു. അത് ആ ഉദ്ദേശം 100% സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അതൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിൽ തിയേറ്ററുകൾ കുറവാണ്. 2 സ്ക്രീനിലെ സിനിമ ഓടുന്നുള്ളൂ. എങ്ങനെയോ ഭാഗ്യത്തിനാണ് കാണാൻ പറ്റിയത്. ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ സിനിമ വരും എന്നാണ് അറിയുന്നത്. അപ്പോ എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഒരുപാട് രംഗങ്ങൾ സെൻസർ ചെയ്യേണ്ടി വരും. അത്ര ഭീകരമായിട്ടുള്ള ബ്ലഡി സീനുകൾ ഇതിന്റെ അകത്തുണ്ട്. ഒരുപാട് രക്തം, തലവെട്ടുന്നത്, കണ്ണിൽ കുത്തുന്നത് എല്ലാം അതുപോലെ കാണിച്ചിരിക്കുകയാണ്. യാതൊരുവിധ സെൻസറിങ്ങും സിനിമയ്ക്കകത്തില്ല. അത് സിനിമയുടെ പവറിനെ കൂട്ടിയിട്ടേ ഉള്ളൂ, കുറച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാരും കാണണം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ കണ്ട, അതായത് ഒരു കാറ്റഗറി ആക്ഷൻ ഓഡിയൻസിന് ഒരു പെർഫെക്റ്റ് എന്റർടൈൻമെന്റ് ഇന്ത്യക്കകത്ത് ഇറങ്ങിയിട്ടുണ്ട്. കിൽ എന്നാണ് അതിന്റെ പേര്. നമുക്ക് ചാൻസ് കിട്ടും. ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ നല്ല പ്രിന്റ് തന്നെ വരും, സെൻസറിങ് ഇല്ലാത്തൊരു പ്രിന്റ് തന്നെ വരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ അതാണ് കിൽ.